ശ്രീ ഷാജി ജോസഫ് നമ്മുടെ ഹെഡ് മാസ്റ്ററായ അദ്ദേഹം 1969 മെയ് 30 കുപ്പപ്പുഴയ്ക്കൽ ജോസഫിൻ്റെയും ക്ലാരമ്മയുടെയും മകനായി കോട്ടയം ജില്ലയിലെ മറ്റക്കരയിൽ ജനിച്ചു. അദ്ദേഹത്തിന് ഒരു സഹോദരനും 4 സഹോദരന്മാരുമുണ്ട്. ഭാര്യ സോഫി മാത്യു തിരൂർ കൂട്ടായി LP സ്കൂളിൽ പ്രധാനാധ്യാപികയായി പ്രവർത്തിക്കുന്നു. മക്കൾ ഡോക്ടർ ഷിഫിൻ ഷാജി, ഷെറിൻ ഷാജി, മരുമകൾ ഡോക്ടർ ഐനെക്സ്. വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിച്ചത് കളരിയിൽ ആദ്യാക്ഷരം കുറിച്ചുകൊണ്ടാണ്. പ്രൈമറി വിദ്യാഭ്യാസം കോട്ടയം ജില്ലയിലെ മറ്റക്കര സെൻറ്റ് ആൻ്റണീസ് LP സ്കൂളിലായിരുന്നു. UP പഠനം സെൻറ്റ് ജോസഫ് UP സ്കൂളിലും ഹൈസ്കൂൾ പഠനം ഗവൺമെൻറ് ഹൈസ്കൂൾ താഴത്തു വടകരയിലുമായിരുന്നു. പിന്നീട് പ്രീ ഡിഗ്രി സെൻറ്റ് തോമസ് കോളേജ് പാലയിൽ ചേർന്നു. കോട്ടയം CNI TTIയിൽ നിന്നും TTC പഠനവും പൂർത്തിയാക്കി. ആദ്യം ജോലി നോക്കിയത് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് തങ്കയം ഗവൺമെൻറ് LP സ്കൂളിലായിരുന്നു. 1989 ജൂണിൽ മുൻ പ്രധാനാധ്യാപികയായിരുന്ന ശ്രീമതി കമലൻ ടീച്ചറുടെ ഒഴിവിൽ സഹാധ്യാപകനായും 2004 ശ്രീമതി ദീനാമ്മ ടീച്ചറുടെ ഒഴിവിൽ പ്രധാനാധ്യാപകനായും നമ്മുടെ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ചു. നീണ്ട 36 വർഷത്തെ അധ്യാപന ജീവിതത്തിൽ 22 വർഷവും പ്രധാനാധ്യാപകനായിരുന്ന അദ്ദേഹം പെരിന്തൽമണ്ണ ഉപജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഹെഡ്മാസ്റ്ററായി എന്ന ഖ്യാതി നേടി എന്നതും നമുക്കഭിമാനമാണ്. തികച്ചും സൗമ്യശീലനായ മാഷിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി എപ്പോഴും ഉണ്ടായിരിക്കും. കാര്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി യഥാസമയത്തു തന്നെ ചെയ്തു തീർക്കണമെന്നത് അദ്ദേഹത്തിൻ്റെ രീതിയായിരുന്നു. സഹപ്രവർത്തകരോട് വളരെ നല്ല രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. കുട്ടികളുടെ ഇടയിലും ഏറെ പ്രിയപ്പെട്ട ഹെഡ് മാസ്റ്ററായിരുന്നു ശ്രീ ഷാജി മാസ്റ്റർ. ഗണിതത്തിൽ ഏറെ വിദഗ്ധനായ അദ്ദേഹം പലപ്പോഴും മനക്കണക്കിലൂടെ ഗണിത പഠനം സ്വായത്തമാക്കാൻ കുട്ടികളെ പരിശീലിപ്പിച്ചു. തൻ്റെ ശിഷ്യഗണങ്ങളോട് എപ്പോഴും ഒരു സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ സ്കൂളിലെത്തി സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുന്നതിൽ ഏറെ തൽപരനായിരുന്നു അദ്ദേഹം. ക്ലാസ് മുറികളിൽ ഇടയ്ക്കിടെ കയറുകയും കുട്ടികളോടൊത്ത് സമയം ചിലവഴിക്കുകയും ചെയ്യാറുണ്ട്. അക്കാദമിക കാര്യങ്ങളിൽ കർശനമായ ഇടപെടലുകൾ നടത്തുകയും സഹപ്രവർത്തകർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. ഏതൊരു അക്കാദമിക പ്രവർത്തനവും നടപ്പിലാക്കാൻ സപ്പോർട്ട് നൽകിയിരുന്നു. തൻ്റേതായ ഇടപെടലുകൾ നടത്തുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. കുട്ടികൾക്ക് ഇടയ്ക്കിടെ സ്പെഷ്യൽ ഭക്ഷണം നൽകാറുണ്ട്. അതിന് മാഷിന് പ്രത്യേക താൽപ്പര്യമാണ്. കുട്ടികളാണ് അദ്ദേഹത്തിന് എല്ലാം. അധ്യാപന ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്ന മാഷിന് 1000 ആശംസകൾ അർപ്പിക്കുന്നു. കൂടാതെ ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ഇനിയുള്ള വിശ്രമവേളകൾ കർമ്മനിരതനായി സമൂഹത്തിനുതകുന്ന സഹായങ്ങൾ നൽകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു. വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ഈ നാടും നാട്ടുകാരും AMLP സ്കൂൾ പൊന്നിയാകുറിശി സൗത്ത് എന്ന ഈ വിദ്യാലയ മുറ്റവും മാനേജ്മെൻറ്റും സഹപ്രവർത്തകരും മാഷിൻ്റെ മനസ്സിലെ മായാത്ത ഓർമ്മകളായി മനസ്സിൻ്റെ മടിത്തട്ടിൽ ഇടം പിടിക്കട്ടെ. ഞങ്ങൾ സഹപ്രവർത്തകർ ഏറെ വിങ്ങലോടെ അങ്ങേക്കായി ഈ വീഡിയോ സമർപ്പിക്കുന്നു.